നമസ്കാരം. ഇന്ന് പെസഹ വ്യാഴം. ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഉയിർപ്പ് ഞായർ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പെസഹ വ്യാഴം. യേശുദേവന്റെ അന്ത്യത്താഴ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കും. യേശു തന്റെ അപ്പോസ്തലന്മാരുമൊത്തുള്ള അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് കടന്നുപോകൽ എന്നാണ്. പെസഹ വ്യാഴവും ചടങ്ങുകളും. പെസഹ വ്യാഴാഴ്ച ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ഓർമ്മിച്ച് ക്രിസ്ത്യൻ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കാറുണ്ട്. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം തന്റെ 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ സ്മരണാർത്ഥമാണ് പെസഹ വ്യാഴത്തെ വിശുദ്ധ നാളായി ആചരിക്കുന്നത്. ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ അപ്പവും രക്തമാകുന്നു എന്ന് പറഞ്ഞ വീഞ്ഞും പകുത്തു നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ വ്യാഴം. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത് എന്നാണ് വിശ്വാസം. പെസഹ വ്യാഴാഴ്ച എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. പെസഹ അപ്പം മുറിക്കലും കാൽക്കഴുകൽ ശുശ്രൂഷകളുമാണ് പ്രധാന ചടങ്ങ്. പെസഹ വ്യാഴത്തിന് ശേഷം യേശുവിന്റെ കുരിശുമരണം അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരിക്കും. കുരിശുമരണത്തിന്റെ മുന്നോടിയായി യേശുവിന്റെ പീഠാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴി ചടങ്ങുകളും നടത്തും. അന്ത്യ അത്താഴത്തിനു മുൻപായി യേശു ശിഷ്യരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിച്ച് ക്രിസ്ത്യൻ പള്ളികളുടെ കീഴിലുള്ള ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 12 പേരുടെ കാലുകൾ പുരോഹിതർ കഴുകി ചുംബിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ് ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.